ശ്രീ കെ ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ജയകുമാർ, അങ്ങയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലെ ട്രാക്ക് റെക്കോർഡ് അത് കേരളം പല ഘട്ടങ്ങളിലും അംഗീകരിച്ചതാണ്. അഭിമാനത്തോടുകൂടി കാണുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അങ്ങ് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് വളരെ പ്രധാനമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നൊരു പ്രതീക്ഷ വിശ്വാസികളടക്കം എല്ലാവർക്കുമുണ്ട്. അങ്ങ് ദിവസം പറഞ്ഞിരുന്നല്ലോ, അവിടെ ഒരു ആശങ്കാജനകമായൊരു സാഹചര്യം കുറച്ചു നേരത്തേക്കെങ്കിലും ഉണ്ടായി. എന്തുകൊണ്ടാണ് ക്രൗഡ് മാനേജ്മെന്റ് വേണ്ട തരത്തിൽ നടക്കാതെ പോയത്? മുന്നൊരുക്കങ്ങൾ പാളിയോ? രണ്ട് ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. മുന്നൊരുക്കങ്ങൾ മുഴുവൻ പാളി എന്ന് ഞാൻ പറയുന്നില്ല. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. എടുത്ത തീരുമാനങ്ങൾ പലതും നടപ്പിലായില്ല. പഴയ ബോർഡ് എടുത്ത പല തീരുമാനങ്ങളും പൂർത്തിയായില്ല. അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളെല്ലാം ഉണ്ട്. മറ്റ് സർക്കാർ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം നടന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏകോപനം നടന്നിട്ടുണ്ട്. ആ സർക്കാർ വകുപ്പുകളൊക്കെ അവിടെ ഉണ്ട് താനും. ഹെൽത്ത് ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ബാക്കി എല്ലാ വകുപ്പുകളും അവിടെ രംഗത്തുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിനകത്തുള്ള ചില ക്രമീകരണങ്ങളിൽ ഇപ്പോഴും പൂർത്തിയാവാത്തതിന്റെ പ്രശ്നമുണ്ട്. രണ്ട്, പോലീസിന്റെ സംവിധാനത്തിലും പിന്നെ ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നവരുടെ എണ്ണം നമുക്ക് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ 8-10 മണിക്കൂർ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു. പിന്നെ അപകടങ്ങളില്ലാതെ ഇന്നലെ കഴിഞ്ഞു കിട്ടി. ഇനി ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ പോകരുതെന്നുള്ള ഭഗവാന്റെ സൂചന കൂടിയാണ് ഈ ദർശനം തുടങ്ങി 2-ാം ദിവസം തന്നെ ഉണ്ടായ ഇന്നലത്തെ സ്ഥിതിവിശേഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നു. മറ്റൊന്ന്, ഈ ആളുകൾ നിൽക്കുന്നവരുടെ ഒരു ഫെറ്റീഗിന്റെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികളും സ്ത്രീകളും ഒക്കെ നിന്നിട്ട് അനേകം മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടല്, ഫെറ്റീഗ്, വിശപ്പ് ഒക്കെ വരുമല്ലോ. അപ്പൊ അതിനാണ് ഈ ക്യൂ കോംപ്ലക്സ് എന്ന് പറയുന്നത് മാസ്റ്റർ പ്ലാന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 18 ക്യൂ കോംപ്ലക്സുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയും ആളുകൾ ക്യൂവിൽ നിന്ന് കുഴയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാനിന്ന് തിരുവനന്തപുരത്ത് തന്നെ മീറ്റിംഗ് കൂടുകയാണ്. അല്ലെങ്കിൽ നാളെയെങ്കിലും കൂടും. ഡേറ്റ് സമയം ഫിക്സ് ചെയ്തിട്ടില്ല. എന്തിനെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ ക്യൂ കോംപ്ലക്സിലേക്ക് ആളുകൾ കയറുന്നില്ല? ആളുകൾ ഈ വെയിലത്തും മഴയത്തും ഈ ഇരുമുടിക്കെട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം ഈ 18 ക്യൂ കോംപ്ലക്സുകളിൽ അവർ വിശ്രമിപ്പിക്കണം. അവരവിടെ ഇരുത്തിയിട്ടേ വിടാൻ പാടുള്ളൂ എന്ന് നമ്മൾ നിർബന്ധിക്കണം. അത് ഞാൻ പോലീസുമായിട്ടുള്ള മീറ്റിംഗ് ഇന്നല്ലെങ്കിൽ നാളെ നടത്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ക്യൂ കോംപ്ലക്സുകളൊക്കെ വൃത്തിയാക്കിയിടാൻ പറഞ്ഞിരിക്കുകയാണ്. വൃത്തിയാക്കി ലൈറ്റും ഫാനും ഒക്കെ പ്രവർത്തന സജ്ജമാക്കി 2 ദിവസം കൊണ്ട് അവരവിടെ കയറ്റിയിരുന്നാൽ നമ്മൾ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നാൽ അവർക്ക് വിഷമമില്ല. അവർക്കവിടെ വിശ്രമിക്കാം, ഇരിക്കാം, കിടക്കാം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോയി ഈ പറഞ്ഞ പോലെ പിൽഗ്രിം ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. 2 more days 2 ദിവസങ്ങളിൽ വരും കാര്യങ്ങൾ മെച്ചപ്പെടും. കോടതിക്കും സന്തോഷമാവും, സംതൃപ്തിയാവും തന്നെയാണ് എന്റെ വിശ്വാസം. പ്രശ്നങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓരോരോ പരിഹാരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സ്ഥിതിവിശേഷം ഇനി ഉണ്ടാവുകയില്ല. അല്ല, അങ്ങ് ഇത്ര പോസിറ്റീവായി ഓപ്പണായി ഇപ്പോൾ സാധാരണ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന നിലപാടാണ് പലപ്പോഴും. അതിപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ മാത്രമല്ല പലയിടത്തും നമ്മൾ കാണാറ്. അവിടെ വീഴ്ച പറ്റിയെന്നത് സമ്മതിക്കുക എന്നത് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ തിരുത്തലുണ്ടാകുമെന്ന് ഉറപ്പായും വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാനും കഴിയും. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ക്യൂ കോംപ്ലക്സുകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ ഇത്രയധികം ആളുകളെ എന്താ പറയുക, നമ്മൾ ഇരുമുടിക്കെട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ പരിപാവനമായി. പക്ഷേ ഇതെല്ലാം അടുക്കി വെക്കേണ്ട നിലയിലേക്ക് മിക്ക ആളുകളും ഷർട്ടൊന്നും ധരിക്കാതെയാണ് എത്തുക. കുട്ടികൾ ഉൾപ്പെടുന്ന പ്രായമായവരുണ്ട്. എല്ലാം അടുങ്ങി നിൽക്കുമ്പോഴുള്ള വിയർപ്പ്, ആകെ ദുർഗന്ധം, അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, ചൂട്, അവർക്ക് വെള്ളമില്ല, അവർക്ക് ഭക്ഷണമില്ല, കുപ്പിവെള്ളം കൊണ്ടുപോകാൻ കഴിയാത്ത ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയുണ്ട്. കുപ്പിവെള്ളം കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുടിവെള്ളത്തിലെങ്കിലും സംവിധാനം വേണ്ടേ? അത് മാറ്റമോ? ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ആളുകൾ ഇങ്ങനെ ജാം പാക്ഡ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാനുള്ള പരിമിതികളുണ്ട്. കൊടുക്കേണ്ടതല്ല, കൊടുക്കാൻ ശ്രമിക്കണം. അതേസമയത്ത് ഈ ക്യൂ കോംപ്ലക്സിൽ അവർ വിശ്രമിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവർക്ക് ഇഷ്ടം പോലെ നമുക്ക് വെള്ളമോ ചുക്ക് കാപ്പിയോ എന്താന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. എനിക്കത് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം, ഇത്രയും ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കെ ആളുകൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവർ എന്തുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നില്ല? അത് നമ്മളുടെ ഒരു മാനേജ്മെന്റ് ഫെയിലിയർ ആണ്. ഐ വിൽ കറക്റ്റ് ഇറ്റ്. അവരവിടെ ഇരിക്കണം, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരിരിക്കാത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ ഇരുന്ന് പോകും, വേറെ ആളുകൾ മുമ്പേ കയറി പോകുന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇവിടെ ഇരിക്കുന്നത് ആദ്യം കയറിയവരെ ആദ്യം പോവുള്ളൂ. അവിടെ ഡിസ്പ്ലേ ബോർഡ് കൊണ്ടും അനൗൺസ്മെന്റ് കൊണ്ടും വോളണ്ടിയേഴ്സിനെ കൊണ്ടും നിർത്തി നമ്മളത് ചെയ്യിക്കണം. 2 ദിവസം അത് വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ അവിടെ കയറി ഇരിക്കും. നിങ്ങളെ ദേവിയെ നമ്മൾ വിശ്വസിക്കുക 2 ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ. ഒരു കാര്യം കൂടി മാധ്യമങ്ങൾ എനിക്ക് ചെയ്തതിന്റെ ഒരു സഹായം, ഈ സ്പോട്ട് ബുക്കിംഗ് അല്ല മറ്റേ വിർച്വൽ ക്യൂ ബുക്കിംഗ് ആ ഡേറ്റിൽ മാത്രമേ വരാവുള്ളൂ. അയ്യപ്പന്മാരിപ്പോ 3 ദിവസത്തിന് ശേഷം ബുക്കിംഗ് ഉള്ളവരും നേരിട്ട് വന്ന് കയറാൻ പറ്റുമെന്ന് ശ്രമിച്ചു വരികയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോയത്. അതത്ര നിയന്ത്രിച്ചില്ല. അതുകൊണ്ട് ഈ ടിക്കറ്റ് എടുത്തവർ അതത് ദിവസമേ വരാവൂ എന്നുകൂടി ഭക്തജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങള് നമ്മളെ സഹായിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാം. അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളും അല്ല, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളായിരിക്കും കെട്ടുനിറച്ചു വരിക. അത്തരം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഇവർ ഈ തീയതി തന്നെയാണോ, ഈ സമയത്ത് തന്നെയാണോ പോകുന്നത് എന്നതൊക്കെ ഉറപ്പുവരുത്തണം. ഒരു നിർദ്ദേശം കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി. മാത്രമല്ല
ഇപ്പോൾ ശബരിമലയിലേക്ക് എൻട്രി ചെയ്യുന്ന ഇടങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ടയിലാണെങ്കിൽ അല്ലെങ്കിൽ നിലയ്ക്കലിലാണെങ്കിൽ അതിനു മുമ്പ് അത്തരം ചില ക്രമീകരണങ്ങളോട് അല്ല എന്ന് വെച്ചാല് ഒരു ഭക്തൻ വന്ന് നിൽക്കുമ്പോ നിങ്ങൾ മറ്റന്നാളുള്ള ആളാണ് ഇന്ന് കയറ്റൂല എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പൊ ഇവർ വരുന്നത് തന്നെ നിയന്ത്രിക്കണം. അവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ കണക്ക് കൂട്ടി വരണം. ഇത്രാം തീയതിയാണ് എന്റെ ബുക്കിംഗ്, അന്നേ പോകാൻ പാടുള്ളൂ. അവിടെ തലേദിവസം പോയാൽ എങ്ങനെയെങ്കിലും കയറാം എന്ന് പറഞ്ഞു വരുന്നവരാണ് നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നത്. അവർ പരസ്യം കൊടുക്കണമോ അപ്പീൽ കൊടുക്കണമോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് കം ഓൺലി ഓൺ ദ ഡേ ബുക്ക്. ശരിയാണ്, ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പ്രതീക്ഷിക്കാം അത്തരം സഹായം എനിക്ക് വേണ്ടത് അതാണ്. തീർച്ചയായിട്ടും കൊടുക്കണം. ഉറപ്പായും അത്തരം വാർത്തകൾ കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ സുഗമമായി നടക്കണം. കാരണം ഒരു അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ. വിശ്വാസത്തിന്റെ ഭാഗമായി പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് 40ഉം 50ഉം ദിവസമൊക്കെ വ്രതമെടുത്തും യാത്ര ചെയ്തും വരുന്ന ആളുകൾ ഒരു നോക്ക് അയ്യപ്പനെ കാണാതെ പോകേണ്ടി വരുന്ന തിരക്കിൽപ്പെട്ടു പോകുക എന്ന് പറയുന്നതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു അവസ്ഥയാണ്. അതിന് ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് വലിയ മനപ്രയാസമുള്ളൊരു കാര്യമാണത്. കാരണം നമുക്കാണ് എസ് അങ്ങനെ വന്നെങ്കിൽ മാലയിട്ട് പോയിട്ട് അയ്യപ്പനെ കാണാതെ പകുതി വെച്ച് പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സങ്കടകരമല്ലേ. അത് വരാനേ പാടില്ല. നന്ദി ശ്രീ കെ ജയകുമാർ. അങ്ങയുടെ ഇടപെടൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ.